Hello everyone, welcome to Nanan Academy. PSC പരീക്ഷകളിലെ രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 20 GK സീരീസിലെ 5ാമത്തെ എപ്പിസോഡാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം കോളറ. ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കോളറയാണ് ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം. അടുത്ത ചോദ്യം, ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ ഏതൊക്കെയാണ്? ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, സാൽമോണല്ല. ഈ ബാക്ടീരിയകൾ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നു. ഏതൊക്കെയാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ? ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, സാൽമോണല്ല. ഈ 2 ബാക്ടീരിയയാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ. അടുത്ത ചോദ്യം, സിഫിലിസ് രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ഉത്തരം ട്രിപ്പോനിമ പല്ലീഡിയം. സിഫിലിസ് രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ട്രിപ്പോനിമ പല്ലീഡിയം എന്ന ബാക്ടീരിയയാണ് സിഫിലിസ് രോഗത്തിന് കാരണമാകുന്നത്. ഏത് ബാക്ടീരിയയാണ് സിഫിലിസ് രോഗത്തിന് കാരണമാകുന്നത്? ട്രിപ്പോനിമ പല്ലീഡിയം. അടുത്ത ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ. ഏത് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? ഉത്തരം ഈഡിസ് ഈജിപ്തി കൊതുകുകൾ. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഈഡിസ് ഈജിപ്തി കൊതുകുകൾ. അടുത്ത ചോദ്യം, ഗോയിറ്റർ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ഉത്തരം തൈറോയ്ഡ് ഗ്രന്ഥി. ഗോയിറ്റർ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിനെയാണ് ഗോയിറ്റർ രോഗം ബാധിക്കുന്നത്. ഗോയിറ്റർ രോഗം ബാധിക്കുന്ന അവയവം തൈറോയ്ഡ് ഗ്രന്ഥി. അടുത്ത ചോദ്യം, ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് പെല്ലാഗ്ര രോഗം ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് പെല്ലാഗ്ര രോഗമുണ്ടാകുന്നത്? ഉത്തരം വിറ്റാമിൻ ബി. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് പെല്ലാഗ്ര എന്ന രോഗം ഉണ്ടാകുന്നത്. പെല്ലാഗ്ര രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ബി. അടുത്ത ചോദ്യം, കോൺ കോശങ്ങളിലെ തകരാറ് മൂലം വിവിധ തരം വർണ്ണങ്ങളെ ശരിയായി തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ. കോൺ കോശങ്ങളിലെ തകരാറ് മൂലം വിവിധ തരം വർണ്ണങ്ങളെ ശരിയായി തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയെ വിളിക്കുന്നത് വർണ്ണാന്ധത. എന്താണ് വർണ്ണാന്ധത? കോൺ കോശങ്ങളിലെ തകരാറ് മൂലം വിവിധ തരം വർണ്ണങ്ങളെ ശരിയായി തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയെ വിളിക്കുന്നതാണ് വർണ്ണാന്ധത. അടുത്ത ചോദ്യം, നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം കണ്ണുകളിൽ വേദനയ്ക്ക് കാരണമാകുന്ന രോഗം. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം കണ്ണുകളിൽ വേദനയ്ക്ക് കാരണമാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഗ്ലോക്കോമ. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം കണ്ണുകളിൽ വേദനയ്ക്ക് കാരണമാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. അപ്പോൾ ഗ്ലോക്കോമ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലോക്കോമ. അടുത്ത ചോദ്യം, ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം ഭ്രാന്തിപ്പശു രോഗം. ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഭ്രാന്തിപ്പശു രോഗമാണ് ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം എന്നറിയപ്പെടുന്ന രോഗം. ഏതാണ്? ഭ്രാന്തിപ്പശു രോഗമാണ് ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം,
സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്ലിം ഡിസീസ്. ഏത് രോഗത്തെയാണ് സ്ലിം ഡിസീസ് എന്ന് വിളിക്കുന്നത്? ഉത്തരം എയ്ഡ്സ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. ഓക്കെ, അടുത്ത ചോദ്യം. അഡിസൺസ് ഡിസീസ് ബാധിക്കുന്നത് ഏത് ഗ്രന്ഥിയെ ആണ്? അഡിസൺസ് ഡിസീസ് ബാധിക്കുന്നത് ഏത് ഗ്രന്ഥിയെ ആണ്? ഉത്തരം അഡ്രീനൽ ഗ്രന്ഥി. അഡിസൺസ് ഡിസീസ് ബാധിക്കുന്നത് ഏത് ഗ്രന്ഥിയെയാണ്? അഡ്രീനൽ ഗ്രന്ഥിയെയാണ് അഡിസൺസ് ഡിസീസ് ബാധിക്കുന്നത്. അഡിസൺസ് ഡിസീസ് ബാധിക്കുന്നത് ഏത് ഗ്രന്ഥിയെയാണ്? അഡ്രീനൽ ഗ്രന്ഥി. അടുത്ത ചോദ്യം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഹൈപ്പോഗ്ലൈസീമിയ. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഹൈപ്പോഗ്ലൈസീമിയ. അടുത്ത ചോദ്യം. കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയം. കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയം. അടുത്ത ചോദ്യം. ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്ന രോഗം. ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? എലിപ്പനിയാണ് ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്ന രോഗം. എലിപ്പനി, ബ്ലാക്ക് ജോണ്ടിസ്. ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? എലിപ്പനിയാണ് ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്ന രോഗം. അടുത്ത ചോദ്യം. ക്ഷയരോഗത്തിന് എതിരെ നൽകുന്ന പ്രതിരോധ വാക്സിൻ. ക്ഷയരോഗത്തിന് എതിരെ നൽകുന്ന പ്രതിരോധ വാക്സിനാണ് BCG. BCG ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ വാക്സിനാണെന്ന് ചോദ്യം വന്നാൽ ക്ഷയരോഗത്തിനുള്ള പ്രതിരോധ വാക്സിനാണ് BCG. അടുത്ത ചോദ്യം. ചിക്കൻ പോക്സിന് കാരണമായ വൈറസ്. ചിക്കൻ പോക്സിന് കാരണമായ വൈറസ് വേരിസെല്ല സോസ്റ്റർ വൈറസ്. ഏത് വൈറസാണ് ചിക്കൻ പോക്സിന് കാരണമാകുന്നത്? വേരിസെല്ല സോസ്റ്റർ വൈറസാണ് ചിക്കൻ പോക്സിന് കാരണമാകുന്നത്. വേരിസെല്ല സോസ്റ്റർ വൈറസ്. അപ്പോൾ ചിക്കൻ പോക്സ് ഒരു വൈറസ് രോഗമാണ്. ഏത് വൈറസാണ്? വേരിസെല്ല സോസ്റ്റർ വൈറസ്. അടുത്ത ചോദ്യം. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? ഉത്തരം റിക്കറ്റ്സിയ റിക്കറ്റ്സി. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു റിക്കറ്റ്സിയ റിക്കറ്റ്സി എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ് സ്പോട്ടഡ് ഫീവറിന് കാരണമായ രോഗാണു. PSC ഈ അടുത്തിടെ ചോദിച്ചൊരു ചോദ്യമാണ് ഈ ചോദ്യം. അടുത്ത ചോദ്യം. ലോക പ്രമേഹ ദിനം. ലോക പ്രമേഹ ദിനം എന്നാണ്? നവംബർ 14 ലോക പ്രമേഹ ദിനം. എന്നാണ് ലോക പ്രമേഹ ദിനം? നവംബർ 14. അടുത്ത ചോദ്യം. എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം. എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ഉത്തരം ശ്വാസകോശം. എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ് എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം. അടുത്ത ചോദ്യം. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം ഉണ്ടാകുന്ന രോഗം. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ. റിവൈസ് ചെയ്യുക. താങ്ക് യു.